ഹലോ. അപ്പം ഇന്ന് കാലത്ത് നമ്മൾ ചായക്ക് ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കണത്. അവിടെ വിനിത പരത്തുന്നുണ്ട്. അമ്മ കറിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്കത്തെ കറിയുടെ പരിപാടി നോക്കുകയാണ്. അതിനിടയിൽ ഞാനിവിടെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിന്ന് ചപ്പാത്തിക്ക് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ചോറ് ഇവിടെ അടുപ്പത്തുണ്ട്, അതിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ ഇങ്ങോട്ടോ തിരിഞ്ഞ് വേവ് കയറി പിന്നെ പായസമാവും. അപ്പോൾ ആ ഒരു പരിപാടി അതിൻ്റെ ഇടയിൽ നോക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസ് കറി പിന്നെ അമ്മ നേരത്തെ ഉണ്ടാക്കിയിട്ട് കുക്കറും മാറ്റിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കത്തെ കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സംഭവം ഇത് കാണാൻ വലിയ ലുക്കിലേന് കഴിക്കാൻ നല്ല രസം ഉണ്ടാകുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങളിത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചപ്പാത്തി ഇങ്ങനെ കറി ഒഴിച്ച് കുതിർത്തി വെക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അത് അവിടെയൊക്കെ കുതിർത്തി വെച്ചിട്ടുണ്ട്. കാരണം അച്ഛനും പിള്ളേർ അമ്പലത്തിലേക്ക് പോയിരുന്നു. അങ്ങനെ അവരിതാ വന്നു. അവർ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. അതിനുശേഷം പിള്ളേർക്ക് ഇന്ന് ചോറ് കൊടുത്തേക്കാൻ വിചാരിച്ചു. എപ്പോഴും ചായക്കടിയാണ് ഉച്ചയ്ക്ക് കൊടുത്തേക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറേ ദിവസമായില്ല, അപ്പോൾ ഒന്ന് ചോറ് കൊടുത്തേക്കുക. അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ടൊരു ചമ്മന്തി വേണം പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് തേങ്ങ ചിരവി അതിൽ 2-3 ചെറുള്ളിയും കുറച്ച് പുളിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ പച്ചക്കറിയുണ്ട്. പച്ചക്കറിയും ഇത് നമ്മളുടെ വഴുതനങ്ങ, വീട്ടിലുണ്ടായ വഴുതനങ്ങ കേട്ടോ. അതാണ് ഇന്നത്തെ കറിയിലിട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ രണ്ടാൾക്കും നോലുമ്പായ കാരണം പാറുട്ടിക്കും കൊടുത്തേക്കാറുണ്ട് കേട്ടോ. പിന്നെ ദേവുട്ടിക്ക് സ്നാക്സും ഒക്കെ റെഡിയാക്കിയിട്ട് ആദ്യം പാറുട്ടി അച്ഛനും കൂടിയിട്ട് പോയിട്ടോ. ഞാനും ദേവുട്ടിയും 10 മണിയാകുമ്പോഴാണ് പോയത്. കാരണം ദേവുട്ടിയുടെ ഡാൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവളുടെ കോസ്റ്റ്യൂം വന്നിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അമ്മമാരിന്ന് വരണം പറഞ്ഞു. അപ്പോൾ ഞാനും അവളും കൂടിയിട്ടാണ് പോയത്. രുദ്രുവിനെ പിന്നെ ഏട്ടനാണ്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പാറുട്ടീനെ അങ്ങനെ പിന്നെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. പാറുട്ടിനെ കൊണ്ടാക്കിയിട്ട് അച്ഛനും മോനും കൂടി കറങ്ങാൻ പോയി. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് കോസ്റ്റ്യൂമൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മളുടെ ഷേപ്പിന്, പിള്ളേരുടെ ഷേപ്പിനനുസരിച്ച് ആക്കണം. കാരണം നമ്മൾ ഇങ്ങനെ വാടകയ്ക്ക് എടുക്കുമ്പോൾ അവരുടെ ശരിക്കുള്ള ഷേപ്പിന് കിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ നമ്മൾ ഷീജേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു മാങ്ങ 2-3 മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2 എടുത്തിട്ട് ഞാനിതാ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക്. പിന്നെ നമ്മളുടെ രാവിലത്തെ തേങ്ങാ ചമ്മന്തിയും പിന്നെ ചുട്ടരച്ച ചമ്മന്തിയും പിന്നെ നമ്മളുടെ ഇപ്പം ഉണ്ടാക്കിയ മാങ്ങച്ചാറും പിന്നെ നമ്മളുടെ പച്ചക്കറിയും പിന്നെ ചോറും പപ്പടും പിന്നെ വിനിത പെട്ടെന്ന് തന്നെ വേഗം നമ്മളുടെ കൂർക്ക വേഗം നന്നാക്കിയിട്ട് ഉപ്പേരിയും ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ കൂടിയിട്ട് ഉച്ചയ്ക്ക് നല്ലൊരു ഊണും കഴിച്ചു. പിന്നെ ഇത് വൈകുന്നേരം വേഗം ചോറൊക്കെ വെച്ച് ചായക്ക് കഴിക്കാൻ കൊള്ളിപ്പേരിയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്രയുള്ള നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങളും പണികളൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരെ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.